കഥകൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. ആ കഥകൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഒരു വേറെ ടൈപ്പ് ട്രീറ്റ്മെൻറ്റാണ്. ക്യാമറയിലും മധുവമ്പാട്ട് സാറിൻ്റെ കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ക്യാമറയിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ ഭരതൻ ഓരോ പടങ്ങൾ കഴിയുമ്പോൾ ആളുടെ ഗ്രാഫ് കയറുന്നതായിട്ടാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഈ അടുത്ത ചിത്രങ്ങൾ സിദ്ധാർത്ഥ ഭരതന്റെ ഒരു ക്വാളിറ്റി തന്നെ ഉയർന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് സിദ്ധാർത്ഥ ഭരതൻ എനിക്ക് ഈ ഫിലിമിൽ വേറെ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ണിലാലുവിൻ്റെ ക്യാരക്ടറും പിന്നെ പുതിയ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ നല്ല രീതിയിലാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് നല്ലൊരു ക്വാളിറ്റി ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് പറഞ്ഞ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് നേരത്തെ പറഞ്ഞ പോലെ കഥകൾ വളരെ കുറച്ചുള്ളൂ. പക്ഷെ ആ കഥകൾ വ്യത്യസ്തമായ രീതിയിൽ പറയുക എന്നുള്ളതാണ്. ആ രീതിയിൽ ഈ പടം ഗംഭീരമായിട്ട് വളരെ നല്ലത് വളരെ പതുക്കെ തുടങ്ങുന്ന സിനിമ. പക്ഷെ അവസാനം ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴേക്കും ഭീകരമായിട്ട് കയറിപ്പോയിട്ടുണ്ട്. എനിക്ക് തുടക്കത്തിലൊക്കെ ഇങ്ങനെ പതിഞ്ഞ രീതിയിലാണ് പോകുന്നതെന്ന് തോന്നിയത്. പക്ഷെ അവസാനമാകുമ്പോഴേക്കും അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചിത്രം? നല്ല സിനിമ. സ്ക്രിപ്റ്റ് നല്ല സൂപ്പർ സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് കൊണ്ടേക്കണ പിന്നെ സാധാരണ സംഭാഷണമൊക്കെ ഭയങ്കര ക്യാച്ചിങ് ആണ്. പിന്നെ സിനിമയുടെ നമുക്ക് ഏറ്റവും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നേക്കണത്. ശരിക്കും പ്രകൃതി ഭംഗി നാച്ചുറാലിറ്റി കാണിക്കുന്നു. അതെ. പാലക്കാടൻ ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആ കൊല്ലങ്കോട് ഭാഗമൊക്കെ നമ്മൾ ഒരുപാട് അങ്ങനെ യാത്രയിൽ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഒത്തിരി നാളായിട്ട് ഒരുപക്ഷെ സിനിമാ ലോകം പ്രത്യേകിച്ച് എന്നെ പോലെയൊക്കെയുള്ള ഒരു ആസ്വാദകർ കാത്തിരുന്ന ഒരു സിനിമ പോലെ എനിക്ക് തോന്നി. തിരക്കഥ അസലായിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ എൻ്റെ മരുമോനും കൂടിയാണ് കേട്ടോ, മോളുടെ ഹസ്ബൻഡാണ്. അപ്പം അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമ. അതെ, ഉറപ്പായിട്ടും. കാരണം ഇന്നത്തെ ന്യൂജൻ ഒരുപാട് സിനിമകൾക്കൊക്കെ ശേഷം നോർമലായിട്ടുള്ളൊരു മനുഷ്യ മനസ്സുണ്ടല്ലോ, ഒറിജിനൽ സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ ഒരു അസലായിട്ടുള്ളൊരു ചിത്രീകരണം. അല്ലാതെ ഇന്ന് ഈ വാട്സാപ്പ് പ്രണയങ്ങളും ഹൈഡി അതിൻ്റെയൊക്കെ ഒരു കാലത്ത് ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന ചിത്രത്തെക്കാൾ വളരെയധികം വ്യത്യസ്തത നിറഞ്ഞ ഒരു ചിത്രമാണ് അല്ലേ? അതെ, ഉറപ്പായിട്ടും. അതായത് സാധാരണ ഒരു ഫാമിലി, ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടിട്ടും ഒത്തിരി നാളായി എന്ന് തോന്നുന്നു. നല്ലൊരു കുടുംബ പശ്ചാത്തലം, എല്ലാം നന്നായിട്ടുണ്ട്. സംവിധാനം, പ്രത്യേകിച്ച് പാട്ടുകളുടെ സീനുകൾ നല്ല അസലായിട്ടുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. പാട്ടുകൾ സിനിമയെ കൊണ്ടുപോയേക്കണ വഴിയൊന്ന് വേറെയാണ്. ആദ്യത്തെ പാട്ട് ആ ചാരിശീല എന്നുള്ള പാട്ട് നമ്മൾ പിന്നെ ഹരിഹരൻ്റെ ശബ്ദം ഞാനുമൊക്കെ എൻ്റെയൊക്കെ ഒരു നല്ല പ്രായത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഈ അടുത്ത കാലത്ത് സിദ്ധാർത്ഥ ഭരതനെ ഒത്തിരി വ്യത്യസ്തത നിറഞ്ഞ ഒരു കഥാപാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതെ, സിദ്ധാർത്ഥ ഭരതൻ മാത്രമല്ലാതെ അങ്ങനത്തെ ഒരു മുഖം, ആ ഒരു മുഖം തന്നെ നമുക്ക് ഒരുപാട് കഥ പറയുന്നുണ്ട്. അടുത്തടുത്ത് ഇറങ്ങിയിരിക്കുന്ന ചിത്രങ്ങളെല്ലാം സിദ്ധാർത്ഥ ഭരതന്റെ ഇതാണ് എന്ന് തന്നെ പറയണം. അങ്ങനെയാണോ ഈ ഒരു ചിത്രത്തിൽ? സിദ്ധാർത്ഥ ഭരതൻ ഈ സിനിമയെ വളരെ വേറിട്ടൊരു വഴികളിൽ കൂടി സിനിമയെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വിജയരാഘവന്റെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒപ്പം എല്ലാ കഥാപാത്രങ്ങളും എല്ലാം വളരെ നല്ല. വീട്, ലൊക്കേഷൻ ഭയങ്കര നന്നായിട്ടുണ്ട്. സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ ഒരിക്കലും മലയാളി കേൾക്കാത്ത, ഇന്നത്തെ പുതിയ തലമുറ കേൾക്കാത്തൊരു വാക്കായിരിക്കും ഈ പൊറാട്ട് നാടകവും തോൽപ്പാവക്കൂത്തും ഒക്കെ. അപ്പം അങ്ങനെ ഒരു നമ്മുടെ നഷ്ടപ്പെട്ടു പോയൊരു സാംസ്കാരിക പൈതൃകം കൂടി വീണ്ടും കൊണ്ടുവരാനായിട്ടുള്ളൊരു നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. ചിത്രം അടിപൊളി. പറന്ന് ചെല്ലാൻ എന്നുള്ള ഇത് നന്നായിട്ടുണ്ട്. അതിലും അതിൻ്റെ ഡയറക്ടർ നമുക്കൊരു ഗ്രാമീണ അന്തരീക്ഷം, ഒരു ക്ഷേത്രങ്ങൾ, പിന്നെ അതിലുള്ള നമ്മളെ പൂജകൾ, അതൊക്കെ കാണാൻ നാച്ചുറാലിറ്റി. അതെ. നമ്മുടെ ഗ്രാമീണ സത്യനന്ദിക്കാണ്ടൊക്കെ സിനിമ പോലെ നല്ലൊരു ചിത്രമാണ് ഇതിൽ അഭിനയം. പിന്നെ സിദ്ധാർത്ഥ ഭരതൻ എന്ന വലിയൊരു ആക്ടർ, അദ്ദേഹം ഇതിൽ പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോളും മനോഹരമായിട്ടുള്ളത്. അതെ, ഇതേപോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള ഫീൽ തന്നെ കണ്ടിറങ്ങിയ പ്രേക്ഷകരൊക്കെയും സിദ്ധാർത്ഥ ഭരതന്റെ അസാധ്യ കഴിവ് എന്നുള്ളത് പറഞ്ഞായിരുന്നു. ശരിയാണോ? അസാധ്യ കഴിവ് തന്നെ. കാരണം അങ്ങനെയുള്ളൊരു കഥാപാത്രം അദ്ദേഹം എടുത്തില്ല. അദ്ദേഹം വലിയ റോളുകളും പോലീസ് ഓഫീസർ അല്ലെങ്കിൽ അതേപോലെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഈ റോൾ എടുത്തതിന് അദ്ദേഹത്തിന് സമ്മതിക്കും. കാരണം അദ്ദേഹം ഈ കൊച്ചു ചിത്രത്തിനോട് സഹകരിച്ചു എന്നുള്ളത് വേണം പറയാനുണ്ട്. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വലിയ സ്റ്റോറി അല്ലെങ്കിലും
ഉയർന്ന നിലവാരത്തിലാണ് ഈ ഒരു ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. ശരിയാണ്. അതെ അതെ തീർച്ചയായിട്ടും. കാരണം വലിയ സ്റ്റോറി എന്നുള്ളതല്ല, നമ്മുടെ ഒരു കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന സംഭവം അതാണുള്ള സ്റ്റോറി. സാധാരണക്കാരൻ്റെ സ്റ്റോറി, സാധാരണക്കാരൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിൽ വരുന്നത്. അത് നമുക്ക് മുൻകാലങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിലും മലയാള സിനിമ അത് തന്നെയാണ്. യഥാർത്ഥ സംഭവങ്ങളൊക്കെ ഉള്ള സിനിമയാണെങ്കിലും പറയാം. ഇപ്പോൾ ആ സിനിമയുടെ പേരൊക്കെ പറഞ്ഞ തനിയാവർത്തനം, ദേവാസുരം, കിരീടം, ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. വാത്സല്യം, അതേപോലെയുള്ള ഒരു സംഭവം ബഹുലമായ ഒരു കഥ, ഒരു കൊച്ചു കഥ, അത് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത്. അത് നന്നായിട്ടുണ്ട്. എല്ലാവരും ഇതിൽ അഭിനയിച്ച പ്രായമുള്ളവരൊക്കെ അടിപൊളി. നല്ല സിനിമയായിരുന്നു. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി നമുക്ക് ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. നല്ല അത് ട്വിസ്റ്റ്. പറയൂല. ഞാൻ പറയില്ല ട്വിസ്റ്റ് എന്താന്ന് ഞാൻ പറയില്ല. പക്ഷെ നല്ലതായിരുന്നു. പ്രകൃതി ഭംഗിയൊക്കെ എങ്ങനെയുണ്ട്? പ്രകൃതി ഭംഗി അടിപൊളി. ഓടണ